ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂത്ത് ആക്ടിവിസ്റ്റും യൂട്യൂബറുമായ ധ്രുവ് റാട്ടിയുടെ വീഡിയോ അയോധ്യ സ്വർണ്ണ കൊള്ളയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മൗനത്തെക്കുറിച്ചും അതിന്റെ മലയാള പരിഭാഷയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ധ്രുവ് റാത്തിയുടെ വളരെ ശക്തമായ വാക്കുകൾ, അതിലൂടെ അദ്ദേഹം വെളിവാക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ധ്രുവ് റാത്തി പറയുന്നു, ഈ വിഷയം കൊള്ളയും കളവും മാത്രമല്ല, അമ്പലം തുടങ്ങുന്ന സമയത്ത് പോലും ഇതിന് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു, കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു എന്ന വസ്തുതകളാണ് ഇപ്പോൾ വെളിയെ വന്നിരിക്കുന്നത്. അമ്പലം തുടങ്ങുമ്പോൾ അദ്ദേഹം തെളിവുകൾ അടക്കം കാണിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കോപ്പിറൈറ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് എടുക്കാത്തത്. അത് അമ്പലത്തിലെ 1.2 ഹെക്ടർ പ്രോപ്പർട്ടി അയോധ്യയിൽ സുൽത്താൻ അൻസാരി, രവി മോഹൻ തിവാരി എന്നിവർ 2 കോടിയിൽ നിന്ന് 18.5 കോടിക്കാണ് റാം മന്ദിറിന് വിറ്റത്. അതായത് രാമക്ഷേത്രം 2 കോടി രൂപയുടെ സ്വത്തുക്കൾ 18.5 കോടി രൂപയ്ക്കാണ് മേടിച്ചത്. ഇനിയും ട്രസ്റ്റിന് ഇതുമായി സംബന്ധിച്ച് ധാരാളം ട്രസ്റ്റിന് നേരെ സംശയങ്ങളും മറ്റും ഉയർന്നു. പക്ഷെ വേണ്ട രീതിയിൽ അന്വേഷണം വന്നില്ല. പൂനെയിൽ നിന്ന് അദ്ദേഹം അടുത്ത ചൂണ്ടിക്കാണിക്കുന്നു സിന്ധി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ കച്ചവടക്കാരാണ്. അവർ പ്രധാനമായി ആ കച്ചവടക്കാർ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഭക്തിപുരസരം കാര്യങ്ങൾ ധനം സ്വരൂപിച്ച് ഈ ജൂലേലാൽ എന്ന് പറയുന്ന അവരുടെ ദൈവികമായ, അവർ ദേവതയായി കരുതുന്ന സിൽവറിന്റെ ചിഹ്നങ്ങൾ, അത് ഓരോന്നും ഓരോ കോടി രൂപയാണ്. ആ ഓരോ കോടി രൂപ ഈ സിൽവർ കട്ടകൾ എല്ലാം കൂടെ എടുക്കുമ്പോൾ ഓരോ കിലോ ആണ് ഈ ഓരോ സിൽവർ കട്ടിയും. അതിൽ നിന്ന് 2 കോടിയോളം രൂപ സമാഹരിക്കുകയും ഈ സിൽവർ കട്ടികൾ അഥവാ വെള്ളിക്കട്ടികൾ ആ അമ്പലത്തിന് ദാനം ചെയ്യുകയും ചെയ്യും. അയോധ്യയിൽ ചെന്ന് ചമ്പത് റായിയെ ഇത് കാണുകയും ജനറൽ സെക്രട്ടറി ഓഫ് ട്രസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു റെസിപ്റ്റും കൊടുത്തില്ല. അതായത് ചമ്പത് റായി ഈ സിന്ധി കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്ക് ഒരു റെസിപ്റ്റും നൽകിയിരുന്നില്ല. അവരോട് പറഞ്ഞു, ആദ്യം ഈ ബ്രിക്സിന്റെ ക്വാളിറ്റി, ഈ വെള്ളിക്കട്ടികളുടെ ക്വാളിറ്റി ഞങ്ങൾ പരിശോധിക്കും, എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ. ദൈവവിശ്വാസികളായതുകൊണ്ടും അമ്പലമല്ലേ എന്നുള്ളത് കൊണ്ടും അവർ കൂടുതലൊന്നും ചോദിച്ചില്ല. അവർ അങ്ങനെ കാത്തിരുന്നു. 5 മാസമായി, 1 വർഷമായി, 2 വർഷമായി, എന്നിട്ടും യാതൊരു രീതിയിലുള്ള റെസീപ്റ്റുകളും അവർക്ക് കൊടുത്തിട്ടില്ല. അതിന്റെ യഥാർത്ഥ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സിൽവറിനെ കുറിച്ചാണ് ഇപ്പോൾ പല സംശയങ്ങളും ഉയർന്നിരിക്കുന്നത്. ധ്രുവ് റാത്തി പറയുന്നു, ഈ സ്കാം അല്ലെങ്കിൽ ഈ കൊള്ള വളരെ ബിഗ് ആണ്. അത് ജുവലറി, ക്യാഷ്, ഗോൾഡ്, സിൽവർ, ഇയർ റിങ്സ് അടക്കമുള്ള പല കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ട്. ഏകദേശം 200 കോടിയിലധികം എന്നാണ് ചില ആൾക്കാർ കണക്കാക്കുന്നത്. പല കണക്കുകളും ഉണ്ട്. ഏകദേശം 200 കോടിയിൽ അധികം യഥാർത്ഥത്തിൽ ഈ കള്ളത്തരം നടന്നു എന്നുള്ളതാണ്. ശ്രീരാമന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ, ഇന്ത്യക്കാർ ആരാധിക്കുന്ന മര്യാദാ പുരുഷോത്തമന്റെ പേരിൽ യഥാർത്ഥത്തിൽ മര്യാദയില്ലാത്ത കൊള്ളയാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ 784ാമത്തെ വീഡിയോ ആണ്. ഇനിയും എങ്ങനെയാണ് രാമക്ഷേത്രത്തിൽ ഡൊണേഷൻ കൊടുക്കുമ്പോൾ അത് പോകുന്നത് എന്ന് കൂടി നോക്കാം. അദ്ദേഹം വളരെ സയന്റിഫിക് ആയി, അദ്ദേഹം വളരെ വിഷ്വൽസ് ഒക്കെ വെച്ച് AI ജനറേറ്റഡ് ആയി നമ്മളെ മനസ്സിലാക്കാനുള്ള എക്സ്പ്ലെയിനർ വീഡിയോസ് ആണ്. ഹിന്ദി നന്നായി മനസ്സിലാക്കുന്നവർക്ക് അത് പോയി കാണാം. അപ്പൊ റാം മന്ദിറിൽ എങ്ങനെ പോകുന്നു? ആൾക്കാർ റാം മന്ദിറിൽ ഡൊണേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ അവിടെ 35 ഡൊണേഷൻ ബോക്സസ് വെച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ. ആ ഡൊണേഷൻ ബോക്സിലാണ് ഇടുന്നത്. അതിൽ കാശ് നിറയുമ്പോൾ മറ്റ് അയൺ ബോക്സുകളിലേക്ക്, അതിന്റെ ഒറിജിനൽ ഫോട്ടോ അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ ഫോട്ടോകളാണിത്. ആ രാമക്ഷേത്രത്തിലെ അയൺ ബോക്സിലേക്ക് ആ കാശിടും. എന്നിട്ട് ഈ പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ, അത് 200 മീറ്റർ അകലെയാണുള്ളത്. അവിടേക്കാണ് അവർ ഈ കാശ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഒരു കൗണ്ടിങ് റൂം ഉണ്ട്. അവിടുത്തെ ബേസ്മെന്റിലാണ് ഈ കൗണ്ടിങ് റൂം ഉള്ളത്. നോട്ടുകൾ, കോയിൻ, ജുവലറി ഇവയെല്ലാം വേർതിരിച്ചെടുക്കും. അതിനുശേഷമുള്ള കാശ് ബാങ്കിലെ ബോക്സുകളിലേക്കാണ് വെക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു അടിസ്ഥാനപരമായ രീതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഇവർക്ക് അക്കൗണ്ട് ഉള്ളത്. 2 ഷിഫ്റ്റുകളായിട്ടാണ് ഈ പ്രോസസ് നടക്കുന്നത്. ഈ ഏകദേശം ഓരോ ദിവസവും 8 മുതൽ 13 ലക്ഷം രൂപ വരെ, വ്യത്യസ്ത ആൾക്കാർ വരുന്നതിനനുസരിച്ച് 8 മുതൽ 13 ലക്ഷം രൂപ വരെ അവിടെ കാണിക്ക അടക്കമുള്ള കാര്യങ്ങൾ വരും. ഇപ്പോഴത്തെ അങ്ങനെ എല്ലാ അവസരങ്ങളിലും CCTV അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ശക്തമായിട്ടുണ്ട്. അങ്ങനെ ഒരു സുരക്ഷ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാശ് എല്ലാം പോകുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിലേക്കാണ്. ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഫെബ്രുവരി 2020. അതൊരു സെൽഫ് റിലയൻ ട്രസ്റ്റ് ആണ്. നരേന്ദ്രമോദിജി നമ്മുടെ ലോകസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട്.
ഈ ട്രസ്റ്റിൽ ടോട്ടലി ഏകദേശം 15 മെമ്പർമാരാണുള്ളത്. ആ 15 മെമ്പർമാരിലെ പ്രമുഖരുടെ ഫോട്ടോ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ 15 മെമ്പർമാരാണ് ഈ ട്രസ്റ്റ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്. ഇവർക്കെല്ലാം നരേന്ദ്രമോദിജിയുമായിട്ടും BJPയുമായിട്ടും RSSുമായിട്ടും നേരെ ബന്ധമുള്ളതാണ്. ഉദാഹരണത്തിന് നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര ഇപ്പോ ക്ഷേത്രത്തിനെതിരെ അല്ലെങ്കിൽ ക്ഷേത്ര ട്രസ്റ്റിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും ശക്തമായ വാദങ്ങളും ഉയർത്തുന്ന, ക്ഷേത്രത്തിന്റെ സംവിധാനം തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു PM ആയിരുന്ന നൃപേന്ദ്ര മിശ്രജി കൂടിയാണ്. ഇദ്ദേഹമായിരുന്നു ഇനിയും പല ആൾക്കാരും ഇതിന്റെ ജ്ഞാനേഷ് കുമാർ അടക്കമുള്ള ആൾക്കാർ. ജ്ഞാനേഷ് കുമാർ ശ്രീറാം ടെമ്പിൾ ട്രസ്റ്റിലെ പ്രധാനിയായിരുന്നു. ജ്ഞാനേഷ് കുമാറിനെതിരെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇലക്ഷൻ ചോരി, വോട്ട് ചോരി വിഷയത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചത്. അനിൽ മിശ്ര അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ അവർ രാജിവെച്ചു. ഇതെല്ലാം ധ്രുവരത്തി പറയുന്നു. ഇതെല്ലാം ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാട്ടുന്നത്, ഇത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്, ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടവരെല്ലാം RSSന്റെ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ളവരായിരുന്നു. ഇതിൽ ഏറ്റവും ശക്തനും ഏറ്റവും സ്വാധീനമുള്ള ആളായിരുന്നു ചെമ്പത് റോയ്. ചെമ്പത് റോയ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ, RSSന്റെ പ്രമുഖ സംഘടനയാണ് VHP, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ചെമ്പത് റായിയെ കുറിച്ച് പറയുന്നത്, ചെമ്പത് റായി അറിയാതെ രാമക്ഷേത്രത്തിൽ ഒരു ഇല പോലും അനങ്ങില്ലെന്നാണ്. അലങ്കാരികമായി പറയാണ്. അതായത് ചെമ്പത് റായിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം എല്ലാമെന്ന്. ദേശീയ മാധ്യമങ്ങളടക്കം, അത് എന്റെ വെർഷനാണ് ആ വരി, ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പം ചെമ്പത് റായിയെ വലത് ലീനിങ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ പോലും അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. ഇത് അഞ്ജന ഓം കശ്യപ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളിൽ പൊതുവെ നരേന്ദ്രമോദി ലീൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരടക്കം ചെമ്പത് റായിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതാണ്. 15 പേരാണ് ആ ട്രസ്റ്റിലുള്ളത്. ചെമ്പത് റായി ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേക ആൾക്കാർക്ക് ആ പ്രത്യേക ട്രസ്റ്റിലെ എല്ലാ സ്ഥാനങ്ങളിലും നോമിനേഷൻ കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഇദ്ദേഹം. ഇയാളുടെ പേര് രാം ശങ്കർ യാദവ് അല്ലെങ്കിൽ ടിന്നു യാദവ് എന്ന രീതിയിൽ ഇന്ന് ഈ കൊള്ളയ്ക്കും പിന്നിലെ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന ആൾക്കാരിൽ ഒരാളായി അറിയപ്പെടുന്നത് ഈ രാം ശങ്കർ യാദവാണ്. ഓർക്കുക, അയാൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഈ ചെമ്പത് റായിയുടെ ഡ്രൈവർ അടക്കമുള്ള ആൾക്കാരാണ്. അയാൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ചെമ്പത് റായിക്ക് വളരെ സ്പെഷ്യൽ പേഴ്സൺ ആയിരുന്നു ഈ രാം ശങ്കർ യാദവ് അല്ലെങ്കിൽ ടിന്നു യാദവ്. ടിന്നു യാദവിന്റെ ജോലിയിൽ അല്ലെങ്കിൽ ടിന്നു യാദവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു രീതിയിലും വേറൊരാൾ ഇന്റർഫിയർ ചെയ്യുന്നില്ല. കാര്യം ഇയാൾ ചെമ്പത് റായിയുടെ ആളാണ്. ടിന്നു അയാളുടെ നെഫ്യൂ ആയ മനീഷ് യാദവിനെയും കൂടി ഹയർ ചെയ്തു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ കൊള്ള തുടങ്ങുന്നത്. ഈ ഡൊണേഷൻസ് ഇരിക്കുന്ന മുറി, ആ ഡൊണേഷൻസ് ഇരിക്കുന്ന മുറിയിലേക്ക് ഈ കൗണ്ട് ചെയ്യുന്നവർ ഇവരെല്ലാം പരസ്പരം ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരായിരുന്നു. അവിടെ ഈ മൾട്ടിപ്പിൾ പീപ്പിൾ ടു വെരിഫൈ ഉണ്ടായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇവരെല്ലാം ഇവരുടെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഉദാഹരണം, ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുന്നു, റിട്ടയർഡ് ബാങ്ക് എംപ്ലോയി, കൗണ്ടിംഗ് സ്റ്റാഫ്, ഡ്രൈവർ, ഈ 8 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇവരെല്ലാം ഉണ്ട് എന്ന്. ഇവര് ബണ്ടിലുകൾ, നോട്ടിന്റെ ബണ്ടിലുകളിലാക്കും. പക്ഷേ 100 രൂപയുടെ, ഇപ്പൊ 500ന്റെ 100 നോട്ട് ഉണ്ടാക്കുമ്പോൾ 100ന് പകരം 12 മുതൽ 13, അതായത് ഒന്നിൽ 5000 മുതൽ 6000 രൂപ വരെ എക്സ്ട്രാ വെക്കും. അപ്പോ ഇതിങ്ങനെ തന്നെ കാണുമ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കില്ല. ഈ എക്സ്ട്രാ നോട്ട്സ് വെളിയിൽ കൊണ്ടുപോകുമ്പോൾ എന്നിട്ട് അവരിത് മാറ്റിവെക്കും. ഇങ്ങനെയായിരുന്നു അതിൽ ചെയ്തിരുന്നത്. ഇനിയും ഇതിൽ മഹിപാൽ സിംഗ് എന്നൊരാളുണ്ട്. മഹിപാൽ സിംഗ് പലതവണ ഈ വിഷയത്തെക്കുറിച്ച് റേസ് ചെയ്തു. മഹിപാൽ സിംഗിനെ കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മഹിപാൽ സിംഗിനെ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ SBI വാണ്ടഡ് റാം ടെമ്പിൾ ഡൊണേഷൻ കൗണ്ടിംഗ് സ്റ്റാഫ് റിമൂവ്ഡ് 3 months ago. 3 മാസം മുമ്പ് ആ രീതിയിൽ മാറ്റണം എന്ന് പറയുന്നതാണ്. പക്ഷേ ഇവരുടെ സാലറി എന്ന് അവകാശപ്പെടുന്നത്, അതായത് ഈ കൗണ്ടിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരുടെ സാലറി 14,000 മുതൽ 20,000 വരെ ആയിരുന്നു. ഉദാഹരണം, ലവ് കുഷ് മിശ്ര എന്നൊരാളുണ്ട്. അയാൾ ഒരു കാർ മെക്കാനിക് ആണ്. ആ കാർ മെക്കാനിക്കിന്റെ വീട്ടിൽ നിന്നാണ് 10 ലക്ഷം രൂപ പോലീസ്, ആരുടെ പോലീസ്? യോഗിജിയുടെ പോലീസ് 10 ലക്ഷം രൂപ കണ്ടെത്തിയത്. ഇയാളുടെ മാക്സിമം സാലറി 18,000-ഓ 20,000-ഓ മാത്രമായിരുന്നു. മറ്റൊരു വ്യക്തി അനൂകൽപ് മിശ്ര, അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ നിന്ന് 65 ലക്ഷം രൂപയോളം പ്രോപ്പർട്ടി ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ടിന്നു യാദവിന് 50 കോടി, ഇതാണ് ആ ഫേമസ് ആയ ആൾ, ഓട്ടോ ഓടിച്ച് 50 കോടി ഉണ്ടാക്കിയ ആൾ. അദ്ദേഹത്തിന്റെ വളരെ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്ങും മറ്റുമുണ്ട്. അതുകൊണ്ട് മഹിപാൽ സിംഗ് ചെമ്പത് റോയിയോട് ഈ ഡൊണേഷൻ ടെസ്റ്റിനെ കുറിച്ച് 2021 തന്നെ പറയുകയുണ്ടായി. പകരം ചെയ്തത് മഹിപാൽ സിംഗിനെ ഈ ജോലിയിൽ നിന്ന് മാറ്റുകയാണ്. ഇനിയും CCTV ഫുട്ടേജ്, 7 മുതൽ 8 മാസം വരെയുള്ള CCTV ഫുട്ടേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം മഹിപാൽ സിംഗിന്റെ ഇന്റർവ്യൂ മറ്റും കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ.
പല ലോക്കൽസും പറയുന്നത്, ധ്രുവ്റാത്തി ചൂണ്ടിക്കാട്ടുന്നു, പല ലോക്കൽസും പറയുന്നത് ഈ സ്കാമിനെ കുറിച്ച്, കൊള്ളയെക്കുറിച്ച്, കുംഭകോണത്തെക്കുറിച്ച് അവിടുത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അവർ ഈ കൊള്ള വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ 7 ജൂൺ 2026 സമാജ്വാദി പാർട്ടിയുടെ ചീഫായ അഖിലേഷ് യാദവ് ആണ് യഥാർത്ഥത്തിൽ ഇത് റേസ് ചെയ്തത്. അതിന് പറഞ്ഞപ്പോൾ ഈ വിവാദം വന്നപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് പറയുകയാണ് പലപ്പോഴും വന്നത്. അതിനുശേഷം ഈ അഖിലേഷ് യാദവ് ഈ വിഷയം ഉയർത്തിയതിനു ശേഷം പല ആൾക്കാരും അവരുടെ ഗോൾഡ്, സിൽവർ നെക്ലസുകൾ ഡൊണേറ്റ് ചെയ്തു. അതിന് യാതൊരു തരത്തിലുള്ള റെസീറ്റുകളും കിട്ടിയിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അവ സഞ്ജയ് റാവത്ത് സേന, ശിവസേന 1,25 കിലോഗ്രാം ഓഫ് സിൽവറും ഡൊണേറ്റ് ചെയ്തു. അതേപോലെ അനിൽ വിശ്വകർമ്മ, ചരൺ പാതു 1 കിലോ എന്നുള്ളത് ഡൊണേറ്റ് ചെയ്തു. അവർക്കൊന്നും ഒരു തരത്തിലുള്ള റെസീപ്റ്റോ ഏതെങ്കിലും അക്നോളജ്മെന്റോ കൊടുത്തിരുന്നില്ല. ഇത് ഓപ്പൺ എയർ റോബറി, ഖുലേആം റോബറി അല്ലെങ്കിൽ പകൽ കൊള്ളയാണ് രാമക്ഷേത്രത്തിൽ പല വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. പല രീതിയിലുള്ള അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. ഗോൾഡും സിൽവർ ജുവലറി ഡൊണേഷൻ ബോക്സിലായിരുന്നു ഇട്ടിരുന്നത്. ആ കാര്യങ്ങളിൽ പലതും കാണുന്നില്ല. എമൗണ്ട് ക്യാഷിലായിരുന്നു. ഈ ടിനു യാദവ് എന്ന് പറയുന്ന ആൾക്ക് ചെമ്പത്ത് റായിലേക്ക് ജുവലറി നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഒരു പ്രൈവറ്റ് ഓഡിറ്റ് കമ്പനി 2020 തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3500 രൂപ ക്യാഷ്, ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഇല്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് 2020 തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള ട്രസ്റ്റ് വളരെ അൺപ്രൊഫഷണൽ, കൃത്യമായ വാക്കുകൾ പറഞ്ഞാൽ ഹൈലി അൺപ്രൊഫഷണൽ ആണ്. നോ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഡൊണേഷൻസ്. അത് ഈ അമ്പലം സൂക്ഷിക്കുന്നില്ല എന്ന് അവർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളെ എല്ലാം അവഗണിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് കാണുന്ന പല കാര്യങ്ങളുടെയും മൂലകാരണങ്ങളായ ഫ്രോഡ് എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. ആ ഓഡിറ്റ് കമ്പനിയുടെ യാതൊരു റെക്കമെൻഡേഷനും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഓഡിറ്റ് കമ്പനി പറഞ്ഞിരിക്കുന്ന ഇഷ്യൂ ഡെക്കോയിറ്റ്സ് അല്ലെങ്കിൽ കൊള്ള, ചന്താചോരി, അതാണ് ഹിന്ദിയിൽ പറയുന്നത്. ചന്താചോരി മാത്രമല്ല, കൺസ്ട്രക്ഷനിലും ഒരുപാട് ഫ്രോഡ് നടന്നു എന്നാണ്. ആ കൺസ്ട്രക്ഷനിലെ ഫ്രോഡ് എന്താണ് എന്ന് കൂടെ നോക്കാം. കമ്മീഷൻ 40% കമ്മീഷൻ അത് പലപ്പോഴും ചെയ്തു. ഗോപാൽ റാവുവിന്റെ നെഫ്യൂ സോമേഷ് ആനന്ദ് അടക്കമുള്ള പല ആൾക്കാരെയും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലാൻഡ് ഡീൽസിലാണ് ഇതിൽ ഏറ്റവും വലിയ ഹ്യൂജ് സ്കാം നടന്നത്. ആ സ്കാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിലയ്ക്ക് വസ്തുക്കൾ മേടിച്ചിട്ട് അത് 2 കോടി രൂപ വിലയുള്ള വസ്തു 18.5 കോടി രൂപയ്ക്കാണ് രാം മന്ദിർ മേടിച്ചത്. അപ്പം 16.5 കോടി തട്ടിയെടുക്കാനുള്ള ഒരു കാര്യമായിരുന്നു എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. രവി മോഹൻ തിഹാരിയിൽ നിന്നും സുൽത്താൻ അൻസാരിയിൽ നിന്നുമാണ് മേടിച്ചത്. ചന്ദൻ റായ് അവിടുത്തെ ഒരു മെയിൻ ലാൻഡ് ഓണർ ഒരു റെന്റൽ ഹൗസിലായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അദ്ദേഹം വലിയൊരു ഹോട്ടൽ ഹരിദ്വാറിൽ കെട്ടുകയുണ്ടായി. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ 2021 തന്നെ വെളിയിൽ വന്നിരുന്നു. പക്ഷെ ആരും ചെമ്പത്ത് റായിയോടൊന്നും ചോദിച്ചില്ല. ഈ ബിഗ് ഫ്രോഡുകൾ, ഈ പർച്ചേസ് ഓഫ് ലാൻഡ്, ഇതിലെല്ലാം ഗവൺമെന്റ് കണ്ണടച്ചു. എന്നിട്ട് അദ്ദേഹം മോദിജിയെ കാണിച്ചിട്ട് പറയുന്നു, ശ്രീരാമന്റെ പേരിൽ വോട്ടുകൾ ചോദിക്കുന്നെങ്കിൽ ശ്രീരാമനെ കൊള്ളയടിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല? ഒപ്പോസിഷൻ പാർട്ടീസിന്റെ, പ്രതിപക്ഷ പാർട്ടികൾ അതിശക്തമായൊരു വാദം ഉയർത്തിക്കൊണ്ടാണ് SIT അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. പക്ഷേ SITക്ക് വലിയ ക്രിമിനൽസിനെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ? ചെറിയ ക്രിമിനൽസിനെ, ചോട്ടെ മछली, ചെറിയ ഫിഷസിനെ മാത്രം കുടുക്കി ആവുകയല്ലേ SIT ചെയ്യുന്നത്? ഇത് ദൈവം തന്നെ യഥാർത്ഥത്തിൽ ഇതൊരു സത്യം വെളിയിൽ കൊണ്ടുവരട്ടെ. 8 പേര് മാത്രം, 6 കൗണ്ടിംഗ് സ്റ്റാഫും 8 പേരും മാത്രമാണ് ഇതുവരെ വന്നത്. ബിഗ് നെയിംസ് ലൈക്ക് ചമ്പത്ത് റായ്, ഗോപാൽ റാവു, അനിൽ മിശ്ര ഇവരൊന്നും FIRൽ വന്നിട്ടേ ഇല്ല. അവരെയെല്ലാം രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചമ്പത്ത് റായും മറ്റും റിസൈൻ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്കാം ഉണ്ടെങ്കിൽ ഇതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം അതിശക്തമായി ഇടപെടണം. രജനി സിംഗ് PMOയ്ക്ക് മുമ്പ് കംപ്ലൈന്റ് അയച്ചിരുന്നു. പക്ഷേ PMO ഒന്നും ചെയ്തിട്ടില്ല. അവർ ആ കംപ്ലൈന്റ് അയോധ്യ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് ഫോർവേഡ് ചെയ്യുകയാണ് മാത്രം ചെയ്തത്. കേജ്രിവാൾ സൂചിപ്പിക്കുന്നു, നരേന്ദ്രമോദി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ഓൺ രാം ടെമ്പിൾ ഇല്ലഗുലാലിറ്റീസ്, അതായത് നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇന്റലിജൻസ് നൽകുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ 12 റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് ബ്യൂറോ സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടുകളെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കേജ്രിവാൾ നരേന്ദ്രമോദിയെ ഒരു ധൃതരാഷ്ട്രരായിട്ടാണ് പറയുന്നത്. അതായത് ബ്ലൈൻഡായ, അന്ധനായ ധൃതരാഷ്ട്രയുടെ വസ്തുതയിലാണ്. ഗവൺമെന്റ് ഇത് അറിഞ്ഞില്ല എന്നുള്ളതല്ല, നേരെ തിരിച്ച് CM ഓഫ് UP യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിനെ ഇതിൽ ചോദ്യം ചെയ്യുന്നവരെയെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്കാമിന് ഉത്തരവാദി ആരാണ്?
ഇത് ഫ്രോഡ് ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ്? ഹിന്ദുയുടെ പേരിൽ ഹിന്ദുത്വ അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾ കാശെടുക്കുകയല്ലേ? ഈ ഗിൽറ്റി പീപ്പിളിനെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? എന്നിട്ട് ധ്രുവറാത്തി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ കുണ്ടിയിൽ അവിടെ മണി ഇടരുത്. മെനി ഡൊണേഷൻ ബാൻസ് എന്തുകൊണ്ട് സംഭവിക്കും? നമ്മുടെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഫ്രോഡാണ് സംഭവിക്കുന്നത്. അത് സാധാരണ പാവപ്പെട്ടവർക്ക് കൊടുക്കുക നല്ല സജഷനാണ്. അമ്പലങ്ങളിലും കൊടുക്കണം, പാവപ്പെട്ടവർക്കും കൊടുക്കണം. അമ്പലങ്ങളിൽ പലപ്പോഴും ദേവസ്വം ബോർഡിന്റെ കാശ് കൊന്നുകൂടുന്നതിനേക്കാൾ പാവപ്പെട്ട വിശ്വാസികൾക്കോ പാവപ്പെട്ട ഹിന്ദുക്കൾക്കോ പാവപ്പെട്ട മനുഷ്യർക്കോ ഒക്കെ കൊടുക്കുന്നതാണ് നല്ലത്. ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, എൻവയോൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുക. ദൈവം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല. ഉക്കരൻ ഡയലോഗാണ് അത്. ഷാറൂഖ് ഖാനെ കൂടെ കാണിച്ചാണ്, ഷാറൂഖ് ഖാന്റെ സ്വദേശിലെ കാര്യം കാണിച്ചാണ് പറയുന്നത്. രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ദൈവം അമ്പലങ്ങളിൽ മാത്രമല്ല, അമ്പലങ്ങളിലില്ല എന്നല്ല, അമ്പലങ്ങളിൽ ദൈവീകതയുണ്ട്, പള്ളിയിലും മോസ്കിലും ചർച്ചിലും ഗുരുദ്വാരയിലും വിഹാരത്തിലും എല്ലാം ദൈവീകതയുണ്ട്. എന്നാൽ രാമൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഐക്യത്തിലാണ്, നമ്മുടെ മുമ്പോട്ടുള്ള പുരോഗമനത്തിലാണ്, വികസനത്തിലാണ്. രാമൻ വിശ്വാസികളുടെ ചിന്തയിൽ മാത്രമല്ല, രാമൻ നമ്മുടെ മനസ്സിലാണുള്ളത്. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ മനോഹരമായ ദർശനങ്ങളാണ് പുനരാഖ്യാനം ചെയ്ത് നമ്മുടെ ധ്രുവറാത്തി പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള രാവണനെ ആർക്ക് വെളിയിലെടുക്കാൻ കഴിയുമോ അവർക്കാണ് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ അർഹതയുള്ളത്. ഈ ഏറ്റവും വലിയ ക്രിമിനലുകൾ രാമന്റെ പേരിൽ ഹിന്ദുക്കളെയും ശ്രീരാമനെയും കൊള്ളയടിച്ച ഈ ക്രിമിനലുകൾക്ക് അതിശക്തമായ നടപടി ശ്രീരാമന്റെ ഭാഗത്തു നിന്നും ദൈവത്തിന്റെയും കോടതിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. ധ്രുവറാത്തി ഗംഭീരമായി പറയുന്നുണ്ട്. ധ്രുവറാത്തി കുറച്ചുകൂടെ കടുപ്പിച്ചാണ് പറയുന്നത്. ഞാൻ ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധ്രുവറാത്തി റേസ് ചെയ്യുന്ന പല വിഷയങ്ങളും വളരെ പ്രസക്തമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, കേട്ടിരിക്കേണ്ടതാണ്. ശ്രീരാമനെ കൊള്ളയടിച്ചു, ശ്രീരാമക്ഷേത്രം കൊള്ളയടിച്ചു, ഗാന്ധിയുടെ രാമനെയാണ് അവർ കൊള്ളയടിച്ചത്. ആ കൊള്ളസംഘം ആരാണെന്നും അതിൻ്റെ പിന്നിലുള്ള ആരാണെന്നും അറിയാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശ്രീരാമക്ഷേത്രം കൊള്ളയടിച്ചവരെ കോടതി സത്യത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ.